ഹായ്, ഞാൻ വന്നിരിക്കുന്നത് ദിൽഖുഷിന്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ചില സ്ഥലങ്ങളിൽ കോക്കനട്ട് ബൺ എന്നും പറയും. ഇത് ഓവനൊന്നും ഇല്ലാതെ ബേക്കറിയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോക്കനട്ട് ബണ്ണ് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് കലക്കി കൊടുക്കുക. കലക്കിയെടുത്തതിന് ശേഷം 2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. എൻ്റെ ഈസ്റ്റ് ചെറുതാണ് കേട്ടോ, അതുകൊണ്ടാണ് പൊടി പൊടി പോലെ ഇരിക്കുന്നത്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മാവ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിന് പകരം നമുക്ക് ബട്ടർ എടുക്കാം. ബട്ടർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. 1/4 കപ്പ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തത്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫെർമെന്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുഴയ്ക്കുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. 7 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ മുതൽ 1.5 മണിക്കൂർ വരെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഒന്നുകിൽ ഒരു ടവലിട്ട് മൂടി വയ്ക്കാം, അല്ലെങ്കിൽ ഒരു ക്ലിംഗ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചെറുകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ അതായിരുന്നാലും മതി. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ട്യൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ട്. അത് ഒരു 2 കളറുണ്ട്. ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ അവൽ ചേർക്കാം, അല്ലെങ്കിൽ ബദാമോ പിസ്തയോ ചെറിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഫില്ലിങ്ങിൽ മാറ്റം വരുത്താം. 3/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് തയ്യാറായി. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കണം. മുറിച്ചെടുക്കുമ്പോൾ ഒരെണ്ണം കുറച്ച് ചെറുതും ഒരെണ്ണം അതിനേക്കാളും കുറച്ച് വലുതും ആയിരിക്കണം. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഉരുട്ടിയെടുക്കുമ്പോൾ ഇതുപോലെ ഉരുട്ടിയെടുക്കണം. അകത്തോട്ട് മടക്കി മടക്കി വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇപ്പം മാവ് പൊങ്ങി വന്നിട്ടുണ്ട്, അതിനകത്ത് എയർ ബബിൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പോലെ ഒന്ന് ഉരുട്ടിയെടുത്താൽ അതൊക്കെ അങ്ങ് പോവും. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഒരെണ്ണം ചെറിയ ബോളും ഒരെണ്ണം കുറച്ച് വലുതുമായിരിക്കും. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. അതിന് മുന്നേ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കേക്ക് ടിന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അടയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എടുത്താലും മതി. പിന്നെ അടപ്പിന് കട്ടി കൂടുതലാവാനും പാടില്ല. നമ്മൾ കേക്ക് ടിന്ന് നോക്കുമ്പോൾ കണ്ടിട്ടില്ലേ, നല്ല നൈസ് ആയിരിക്കും കേക്ക് ടിന്ന്. കട്ടി കൂടിയ അടുപ്പാണെങ്കിൽ താഴ്ഭാഗം വെന്ത് വരാതിരിക്കും. അപ്പം നേരത്തെ ഞാൻ ഗീ കേക്ക് എങ്ങനെയാണ് ഓവനില്ലാതെ ചെയ്യുന്നതെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കേക്ക് ടിന്ന് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം എടുത്താൽ മതി. പക്ഷെ പാത്രം കട്ടി കുറവുള്ള പാത്രം ആയിരിക്കണം. താഴ്ഭാഗവും സൈഡും ഒക്കെ ഒരേ തിക്നെസ്സും ആയിരിക്കണം ആ പാത്രത്തിന്റെ. ഇനി ഈ പാത്രത്തിന്റെ അടിഭാഗത്ത് കുറച്ച് ബട്ടർ തടവിയിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഈ ഒരു ബട്ടർ പേപ്പർ മുറിച്ച് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുമ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. നമ്മൾ മാവ് വെതറിയിട്ട് പരത്തിയെടുക്കരുത്. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത്. ഒരേ തിക്നെസ്സിൽ തന്നെ പരത്തിയെടുക്കുക. പരത്തിയെടുക്കുന്ന കട്ടിയേക്കാളും കുറച്ചും കൂടെ വലുതായിരിക്കും ബേക്ക് ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ ചിലർക്ക് നല്ല നൈസായിട്ടുള്ള കോക്കനട്ട് ബണ്ണായിരിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കട്ടിയിൽ പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇത്തിരി കുറച്ച് കട്ടിയിലാണ് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ചെറിയ പാത്രമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ മാവ് 4ആയിട്ട് വല്ലതും മുറിച്ചിട്ട് ചെയ്തെടുത്താൽ മതി.
ഞാനിത് പാത്രത്തിന്റെ അളവിൽ പരത്തിയിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് വെച്ചു കൊടുക്കാം. അപ്പോൾ കുറച്ച് ചെറുതാണ്. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്താൽ നമുക്ക് പാത്രത്തിന്റെ അതേ വലുപ്പത്തിലാക്കി എടുക്കാം. ഇനി നടുക്കോട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കുക. എടുത്ത ഫില്ലിങ് മൊത്തം ഞാൻ ഇതിൽ വെച്ചു കൊടുക്കാണ്. സൈഡിൽ കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം ഫില്ലിങ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിൽ മുകളിൽ വെക്കാനുള്ളത് പരത്തിയെടുക്കാം. നേരത്തെ നമ്മൾ പരത്തിയെടുത്തതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടുതൽ വേണം. ഇനി ഇത് നമുക്ക് മറ്റതിന്റെ പുറത്തോട്ട് വച്ചു കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതൊരു 30 മിനിറ്റ് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിന്റെ മുകളിലോട്ട് കുറച്ച് എഗ് വാഷ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞക്കരുവാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇത് ബ്രഷ് ചെയ്തില്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ കളർ ആയി കിട്ടില്ല. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഉപ്പിട്ടിട്ട് ഞാൻ 10 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു തട്ട് വെച്ച് കൊടുക്കാം. ഡയറക്റ്റ് ആയിട്ട് പാത്രം ഉപ്പിലോട്ട് എടുത്ത് വെക്കരുത്. നേരത്തെ ഗീ കേക്ക് അപ്ലോഡ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ്. അപ്പോൾ താഴ്ഭാഗം നല്ല കട്ടിയുണ്ട്. അപ്പം നിങ്ങൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രത്തിനും താഴെ നല്ല കട്ടിയുള്ളതായിരിക്കണം. പണ്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നല്ല കട്ടി കുറവുള്ള അലൂമിനിയം പാത്രത്തിൽ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ താഴെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷമാണ് ഞാൻ ഇതിൽ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നല്ല കട്ടിയുള്ള പാത്രത്തിൽ വേണം ഉപ്പിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുത്തതിന് ശേഷം ഈ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ പിന്നെയും വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പം നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് നോക്കുക. ബ്രൗൺ നിറമൊക്കെ ആയി വരുമ്പോൾ ഒന്ന് നോക്കുക വെന്തോന്ന്. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കുകയും ചെയ്യരുത്. എന്നാൽ ഇതിൽ ചൂട് വേരി ചെയ്തിട്ട് കറക്റ്റായിട്ട് വെന്ത് കിട്ടില്ല. അപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തോന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ വെച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിൽ നിന്ന് മാറ്റാം. ഒരു പീസ് ബട്ടർ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം. ചൂടോടെ തന്നെ തേക്കണം, എന്നാലേ ഇങ്ങനെ ഉരുകി വരുള്ളൂ. അപ്പോൾ ഒരു ഗ്ലേസിംഗ് ഒക്കെ വരും. ഇനി നമുക്ക് പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. കോക്കനട്ട് ബൺ റെഡി ആയിട്ടുണ്ട്. ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആണിത്. അപ്പം നമ്മുടെ ബേക്കറിയിലൊന്നും പോവാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണ് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അത് ഓവനും വേണ്ട. അപ്പം നേരത്തെ ഞാൻ ഓവൻ ഇല്ലാതെ എങ്ങനെയാണ് ഗീ കേക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.